നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്. ഞാൻ പതിവായിട്ട് ചെയ്യുന്നത് പോലെ ഒരു പാചകം സംബന്ധമായ ഒരു കാര്യം തന്നെ പറയാം. ഓണക്കാലമൊക്കെ അല്ലേ, നമുക്ക് മഹാബലി, അതായത് വാമനമൂർത്തി വരുമ്പോൾ മഹാബലിയെ സ്വർഗത്തിലേക്ക് അനുഗ്രഹിച്ച് വിട്ട വാമനമൂർത്തിയാണല്ലോ നമ്മൾ മഹാബലിയെയൊക്കെ സൽക്കരിച്ച് ആനയിച്ച് കൊണ്ടുവന്ന് മുറ്റത്ത് തൃക്കാക്കരപ്പൻ വാമനമൂർത്തിയാണ്. അദ്ദേഹത്തെയൊക്കെ സ്വീകരിച്ചിരുത്തി ഒലക്കൊടയൊക്കെ ചുടിച്ച് തൃക്കാക്കരപ്പനെ വെച്ച് തുമ്പക്കൊടട്ട് അങ്ങനെയൊക്കെയാണല്ലോ പരിപാടികൾ ഓണത്തിൻ്റെ. ഇവർക്ക് ഈ വരുന്ന ഓണത്തപ്പനെ നിവേദ്യം നൽകാറുണ്ട്. എന്തൊക്കെയാണ് നിവേദ്യം നമ്മൾ നൽകണേ? അത്തം 10 ദിവസം ഓണത്തിന് പൂക്കളമിട്ട് അവരൊക്കെയുള്ള വേദി നമ്മൾ തയ്യാറാക്കണം, പൂക്കളം ഇടൽ. അത് കഴിഞ്ഞ് ഉത്രാട ദിവസം വൈകുന്നേരം പൂവങ്ങ് മാറ്റും, എന്നിട്ടൊരു തുളസി കതിര് മാത്രം വയ്ക്കും. പിറ്റേ ദിവസം രാവിലത്തേക്ക് ഈ ഉറക്കാക്കരപ്പനെയും തുമ്പക്കുടവും അരിമാവൊക്കെ അണിഞ്ഞ് ഒരു പ്രത്യേക തരത്തിൽ അണിയൽ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മ അത് അമ്മ വല്യമ്മമാരാരെങ്കിലുമൊക്കെ അണിയാനത് കാണാനായിട്ട് ഞങ്ങളൊക്കെ അങ്ങനെ ചെന്ന് കാത്തിരിക്കും. അരിമാവ് കൊണ്ട് കയ്യിലിങ്ങനെ എടുത്തിട്ട് ഒരു തരം എത്ര മനോഹരമായ ചിത്രങ്ങളാണ് അവർ വരയ്ക്കാറ്. കയ്യിലിങ്ങനെ എടുത്തിട്ട് വല്യമ്മ അങ്ങനെ കുനിഞ്ഞ് നിൽക്കും. ഒരു ചെറിയ ചരുവത്തിൽ മാവ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണ കാണാം. അതിൽ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വെണ്ട ചെടിയുടെ ഒരു ഇല ഞെരടി കൂട്ടും ഈ മാവിൽ, എന്നിട്ട് അതങ്ങോട്ട് പുറത്തേക്ക് കളയും. നല്ലോണം ഞെരടി കൂട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ പശ പോലെ ഒരു കൊഴുപ്പ് പോലെയുള്ളത് മാവിലേക്ക് ചേരും. അപ്പോൾ അത് കിട്ടും. എന്നിട്ട് ചിലപ്പോൾ അത് വെളുത്ത അരിപ്പൊടിയാണല്ലോ, അത് വെള്ള നിറം. എന്നിട്ട് ഈ ആത്തപ്പൂക്കളം ഇട്ട സ്ഥലത്താണ് വരയ്ക്കണത്. കയ്യിൽ ഇങ്ങനൊരു കുടന്ന മാവ് അങ്ങോട്ട് എടുത്തിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് ഏറ്റവും നടുവിൽ ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് അത് ആ കയ്യിലെ മാവ കഴിയുമ്പോഴേക്കും ഒരു വലിയ ഇങ്ങനെ ഇങ്ങോട്ട് വരും. അത് അടുത്ത മാവ് അടുത്ത റാക്ക് പുറകെ ഇങ്ങനെ വീശി, പിന്നെ ഇങ്ങനെ വീശി അങ്ങനെ ചുറ്റും ഇതായി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറ്റിച്ചിട്ടിച്ച് മാവ് ഇങ്ങനെ ഇറ്റിക്കും. പൊട്ട് പോലെ വയ്ക്കും. എന്നിട്ട് ആ പൊട്ടിനെ ഇങ്ങനെ 2-3 കാട്ടുമ്പോൾ അടുത്ത പൊട്ടിലേക്ക് യോജിക്കും. പിന്നെ ഒരു 3 ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ മനോഹരമായൊരു ചിത്രം പൂക്കളം വരും. അതിൻ്റെ മീതെയാണ് അണിഞ്ഞ പലക വെച്ച് തൃക്കാക്കരയൊക്കെ വെച്ച്. അത് നല്ലൊരു കലാപരിപാടി തന്നെയാണത്. ഞങ്ങളൊക്കെ ചെന്നിരുന്ന് കാണാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ പലപ്പോഴും ചെയ്യാറുണ്ടല്ലോ. ഇപ്പം ഇവിടെയൊക്കെ വന്നതിന് ശേഷം അമ്മയ്ക്ക് പ്രായമായി വയ്യാണ്ടായപ്പോൾ തൊട്ട് ഞാനത് ചെയ്യാറുണ്ട്. അപ്പോൾ നിവേദ്യത്തിൻ്റെ കാര്യം ഞാൻ പറയാം. നിവേദ്യം കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു നാളികേരം തേങ്ങ ഉടയ്ക്കണം. അതിന് മുൻപേക്ക് നിവേദിക്കാനായിട്ട് നേന്ത്രപ്പഴം, ഏത്തപ്പഴം, ഒരു ശർക്കര, അവല്, മലര് ഒക്കെ ഉണ്ടാവും. കദളിപ്പഴം ഇങ്ങനെ ഇതൊക്കെ എല്ലാം ഒരുക്കും. ഗണപതിക്കും കാക്കരപ്പനുമൊക്കെ ഒരുക്കുകയും ഇത് കൂടാതെ ഒരു പ്രത്യേക നിവേദ്യമുണ്ട് ഓണത്തപ്പന്. അതെന്താന്ന് പറയാം. അതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഓണത്തപ്പന് പൂവിട്ട കുട്ടികൾക്ക് പൂവട ഉടക്കണം. അത് ഓണത്തപ്പന് നിവേദിച്ച പൂവടയാണ് അവർക്ക് കൊടുക്കുക. എന്താണ് ഈ പൂവട? ആട്ടകൾ പലതരത്തിലുണ്ടല്ലോ. വത്സൻ ഏറ്റവും ടോപ്പ് അടകളിൽ ഏറ്റവും രാജാവാണ് വത്സൻ. എന്താ വത്സൻ? ശർക്കര പാവ് കാച്ചിയതിലേക്ക് ചിരണ്ടിയ തേങ്ങയിട്ട് ചുക്കും ജീരകമൊക്കെ പൊടിച്ചതിട്ടിട്ടുള്ള ആ ഒരു അടയുടെ അകത്ത് വയ്ക്കുന്ന ഒരു കൂട്ട്. അരിമാവ് കൊണ്ടുണ്ടാക്കിയിട്ട് മാവ് ഇലയിൽ അണിഞ്ഞതിന് ശേഷം ഇതകത്തേക്ക് വച്ച് അത് ഈ മാവിൽ ചിലപ്പോൾ പതിവുണ്ട് ചക്ക വരട്ടിയതുണ്ടെങ്കിൽ ചക്ക കൂടി വരട്ടിയതും അരിയും കൂടെ ചേർത്തിട്ടുള്ള മാവ്. അതിനകത്താണ് ഈ അടയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കണം നാളികേരം വിളയിച്ച കൂട്ട് വയ്ക്കുന്നത്. എന്നിട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് പുഴുങ്ങി അതെടുക്കുന്നതാണ് വത്സൻ. അതാണ് ഏറ്റവും രാജകീയമായ അട എന്നാണ് പറയുക. പിന്നീട് സാധാരണ അട, അതിന് വിശേഷമൊന്നുമില്ല, അരിപ്പൊടി മാത്രമായിരിക്കും. ചിലർ പഴം വരട്ടിയത് ചേർക്കും, ചിലർ ചക്ക വരട്ടിയത് ചേർക്കും. ഈയിടെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി, ചുമ്മാ ഒരു രസത്തിന് പൈനാപ്പിൾ
ഒന്നങ്ങോട്ട് ആവി കയറ്റി വേവിച്ചു. എന്നിട്ട് ശർക്കര ഇട്ടിട്ട് ഒന്നങ്ങോട്ട് വരട്ടി അതിൽ കുറച്ച് മാവ് ഗോതമ്പ് പൊടി ചേർത്തത് കേട്ടോ. എന്നിട്ട് ആ മാവ് വെച്ച് ചേർത്തിട്ട് അടയുണ്ടാക്കി. തരക്കടൊന്നുമില്ല, ഒരു വെറൈറ്റി. ഞാൻ കാണിച്ചിട്ടില്ല, ഇനി ഒരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പൂവടയാണ് ഉണ്ടാക്കുന്നത്. ചക്കടയുണ്ട്, ഓട്ടടയുണ്ട്, പലതരത്തിലടയുണ്ട്. വാമനമൂർത്തിക്ക് ഓണത്തിന് നിവേദിക്കുന്ന അട പൂവട എന്നാണ് അതിന് പറയുക. എന്താണ് ഈ പൂവടയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അരി തന്നെ ഉണക്കലരിയാണ് കേട്ടോ സാധാരണ പതിവ്. ഇപ്പം പച്ചരിയല്ലേ പൊടിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഉണക്കലരി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന പൂവടയ്ക്ക് ഉണക്കലരി തന്നെയാണ് എടുത്തത്. ഒരു ഗ്ലാസ് ഉണക്കലരി എടുത്ത് വെള്ളത്തിലിട്ടു. അത് കുതിർന്ന് 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുതിർന്ന് കഴിഞ്ഞപ്പോൾ വെള്ളം ഒട്ടും കൂടാതെ അതിൽ നിന്ന് ഊറ്റിയെടുത്ത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരു 2 സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. 2-2.5 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് അരയ്ക്കുക. അപ്പോൾ അടയ്ക്ക് പാകമായ വിധത്തിൽ അണിയണേന് ഇത്തിരി മുറുക്കായിട്ട് ദോശമാവൊക്കെ പോലെ ആയിട്ട് അരിമാവ് റെഡിയാവും. ആ അരിമാവിനകത്ത് അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ അല്പം ഒന്നുകിൽ നെയ്യ്, അതല്ലെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ, ഇലയിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ്, ഇത്രയും ചേർത്ത് അരച്ച മാവ് ആദ്യം റെഡിയാക്കി വയ്ക്കുക. അതാണ് ഒന്നാമത്തെ റെസിപ്പി. പിന്നെ ഇലയൊക്കെ പാകത്തിന് മുറിച്ച് വാട്ടി തുടച്ച് റെഡിയാക്കി വയ്ക്കുക. പിന്നീട് അതിനകത്തേക്കുള്ള കൂട്ട് തയ്യാറാക്കണം. അടയ്ക്കകത്ത് വയ്ക്കുന്ന കൂട്ട്, ഇതിൻ്റെ കൂട്ടിനൊരു പ്രത്യേകതയുണ്ട്. ശർക്കര ഉരുക്കി അതിലേക്ക് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് മറ്റടകളിലൊക്കെ വയ്ക്കുന്നത്. പൂവടയ്ക്ക് അങ്ങനെയല്ല. പൂവടയ്ക്ക് ശർക്കര ചീവും. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ വരുത്തുന്നത് വെച്ചാൽ ഒരു വാഴയുടെ ഇലയിലേക്ക് ഒരാളിരുന്നിട്ട് ഇങ്ങനെ തേങ്ങ ചിരണ്ടും, ഒരാൾ ശർക്കര ചീവും. 2-3 ഇല അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ അതിൻ്റെ മീതിയായിട്ട് ശർക്കര ഇങ്ങനെ ചീവിയിടും. ആ പിച്ചാത്തേക്ക് ഇങ്ങനെ ചീവത്. ഇപ്പം നമുക്ക് സൂത്രങ്ങൾ പലതും കയ്യില്ലേ ശർക്കര ചീവാൻ. നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ ഗ്രേപ്പ് ചെയ്യണ ഒരു മെഷീൻ, ഒരു പലക പോലത്തെ ഇത് വെച്ചിട്ടുള്ള ബ്ലൈഡ് വെച്ചിട്ടുള്ള ഒരു ഉപകരണം ഉണ്ടല്ലോ നമുക്ക്. അതങ്ങോട്ട് എടുക്കുക. ഉണ്ട ശർക്കരയല്ലേ കിട്ടണേ. ഈ തേങ്ങ ചിരണ്ടി വെച്ച ഈ പറഞ്ഞ പോലെ ഒരു പ്ലേറ്റിലേക്ക് തേങ്ങ ചിരണ്ടിയിട്ട് ഇതിങ്ങനെ കയ്യിലാ പിടിച്ചിട്ട് ചക്കയെന്നങ്ങോട്ട് ചിരണ്ടി നല്ല നൈസായിട്ട് ശർക്കര അങ്ങനെ ചീവി വീഴും. അതിനകത്തേക്ക് ഇത്തിരി ചുക്കും ജീരകവും ഏലക്കായൊക്കെ കൂട്ടി പൊടിച്ച് വെച്ചേക്കണതൊന്നും അങ്ങോട്ട് വെതറുക. എന്നിട്ട് അങ്ങോട്ട് ഇളക്കുക. ഈ കൂട്ടിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് 5 മിനിറ്റ് കൂടുതൽ ഇങ്ങനെ ഇരിക്കാനേ പാടില്ല. ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കയ്പ്പ് വരുന്നൊക്കെയാണ് പറയുക. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഇലയൊക്കെ തുടച്ച് റെഡിയാക്കി നിരത്തി വെച്ച് സെറ്റ് ചെയ്ത മാവ് ഇതിനകത്തേക്ക് ഓരോ ഇതിലേക്കും വെച്ച് അതിനെ അങ്ങോട്ട് പരത്തുക. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇലയിലും മാവ് ആദ്യം മുക്കി ഒഴിച്ച് പോയി 10, 16, 20 എത്ര അടയാന്ന് വെച്ചാൽ അതിലേക്ക് പാകത്തിന് മാവങ്ങൾ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നും പതുക്കെ ഇങ്ങനെ അതിൽ ഒന്നങ്ങോട്ട് അണിയുക. അപ്പം നൈസായിട്ട് കനം കുറഞ്ഞിരിക്കും. ചിലപ്പോൾ ഇത്തിരി വിരലിൻ്റെ അടയാളം കൊണ്ട് വിട്ട് നിൽക്കണ പോലെ തോന്നും. അതൊക്കെ മടക്കുമ്പോൾ അങ്ങോട്ട് യോജിച്ചോളും. ഒരേപോലെ നൈസായിട്ട് എല്ലാം നിവർത്തിയിട്ട് കഴിഞ്ഞാൽ ഈ ശർക്കരയും തേങ്ങയും എന്നിട്ടേ കൂട്ടാവും. രണ്ടും രണ്ടായിട്ട് തന്നെ ഇരിക്കണം അതുവരെ. ഇത് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനെ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഈ മലർത്തി വെച്ചേക്കണ അടയുടെ പകുതി ഭാഗത്ത് നിരത്തുക. അത് മേൽഭാഗം പകുതി. കാരണം ഇല ഇങ്ങനെ മടക്കുമ്പോൾ കറക്റ്റായിട്ട് 2 ഭാഗത്തും ഈ അടയുടെ കൂട്ടിൻ്റെ അടിയിലും മുകളിലും ഒരേപോലെ മാവ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഒരു പകുതി ഭാഗത്തിൻ്റെ മേൽഭാഗം അങ്ങ് നിരത്തി വെച്ച് ഈ തലക്കം അങ്ങോട്ട് മേലോട്ട് മടക്കി 2 സൈഡും മടക്കി ഈ അറ്റവും മടക്കി കമഴ്ത്തി അങ്ങോട്ട് വയ്ക്കുക. അതാണ് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ പറക്കി പാവ് വേവിക്കുന്നത്, ആവിയിൽ വേവിക്കുക. അതാണ് പൂവട. ഈ ചീവിയ ശർക്കരയും ചിരണ്ടിയ തേങ്ങയും ചുക്കും ജീരകവും പൊടിച്ചത് പൊതുവേ, അതാണ് പൂവടയുടെ പ്രത്യേകത. ഞാനതുപോലെ ഇന്ന് പൂവട ഉണ്ടാക്കി. ആ പൂവട അടുത്ത ഓണത്തിന് നമുക്ക് നിവേദ്യത്തിന് തയ്യാറാക്കാൻ നിങ്ങളെന്താ നേദിക്കാറെന്ന് വെച്ചാൽ അത് നേദിച്ചോളൂ. അതല്ല, പൂവട ഉണ്ടാക്കാറ് ഏത് വിധത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് നല്ല രീതി തന്നെ, എല്ലാം പൂവടയാണല്ലോ. പിന്നെ അല്ല, ഈ രീതിയാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ ആയിക്കോളൂ, അതിനെന്താ.
വാട്ടി ഒരുക്കി തയ്യാറാക്കിയ ഇലയിൽ അരിമാവ് അണിഞ്ഞ് അതിൽ ചീവിയ ശർക്കരയും തേങ്ങയും ചുക്കും ജീരകവും ചേർത്ത് മിക്സ് ചെയ്ത് കൂട്ട് തയ്യാറാക്കി മടക്കി ആവിയിൽ വേവിക്കുക. ഇത് ഇല അങ്ങോട്ട് നിവർത്തി ആവിയിൽ വേവിച്ച ഞാൻ നടയുണ്ടാക്കി. അതാ കണ്ടോളൂ, ഇതാണ് പൂവട. വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇതിപ്പോൾ ഒരു 5 അടയുണ്ട്. ഞാൻ ഒരു 10-20 ഉണ്ടാക്കി. കുട്ടികളൊക്കെ അങ്ങോട്ട് തിന്നുകയാണെങ്കിൽ ആയിക്കോട്ടെ, നാളേക്ക് പിരിഞ്ഞു വെച്ചാലും തെറ്റില്ല, ഒന്ന് ചൂടാക്കിയ കഴിക്കാം. ഇതിൽ ഒരെണ്ണം ഞാൻ നിവർത്തി കാണിക്കാം, അപ്പോഴും കൂടുതൽ വ്യക്തം മനസ്സിലാവും. ഇത് നോക്കൂ, കണ്ടോളൂ. നിവർത്തി വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ഇതുപോലെ ഇരിക്കും പൂവട. ഇതാണ് പൂവട. ഓണത്തപ്പനൊരു പൂവട. എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ ഈ ഓണത്തിന്. ഓണത്തപ്പനൊരു പൂവട. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഓണത്തപ്പനൊരു പൂവട എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. നന്ദി, എല്ലാവർക്കും നന്ദി.